ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ഉപവാസത്തിൻ്റെ വ്യത്യസ്ത രീതികൾ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒരു നേരം നോക്കുന്നവരുണ്ട്, അതുതന്നെ രണ്ട് വിധത്തിൽ ചെയ്യാറുമുണ്ട്. ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ബാക്കി നേരങ്ങളിൽ ആഹാരം വർജിക്കുക, ഒരു നേരം മാത്രം ആഹാരം വർജിച്ച് ബാക്കി നേരങ്ങളിൽ കഴിക്കുക, രണ്ടിനും ഒരു നേരം നോക്കുക എന്നാണ് പറയുന്നത്. ഒരു ദിവസം മുഴുവനും ആഹാരം വർജിച്ച് ഉപവസിക്കുന്നവരുമുണ്ട്. ഒരാൾ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം ഇറച്ചിയും മീനും കഴിക്കില്ല, വർഷങ്ങളായി എടുത്തു വരുന്ന ഒരു നോമ്പാണ് പോലും. ചിലർ 3 നോമ്പ് നോക്കുന്നു, ചിലർ 8 നോമ്പ് നോക്കുന്നു, ചിലർ പ്രത്യേക സാഹചര്യങ്ങളിൽ 16 ദിവസവും നോമ്പെടുക്കുന്നു. മറ്റു ചിലർക്ക് 25 ദിവസം നോമ്പാണ്, വേറെ ചിലർക്ക് 28 ദിവസത്തെ നോയമ്പുണ്ട്. ചിലർക്ക് 40 ദിവസം നോയമ്പ്, വേറെ ചിലർക്ക് 50 ദിവസം നോയമ്പ്. എത്ര ദിവസമായാലും ഈ ദിവസങ്ങളിലൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണ് അധികവും. ചിലരാകട്ടെ പകൽ സമയങ്ങളിൽ ഒന്നും കഴിക്കാതെ രാത്രി സമയങ്ങളിൽ കഴിക്കുന്നവരായിട്ടും ഉണ്ട്. നീരാഹാരം, നിരാഹാരം, നിരന്തരമായ ആഹാരം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആഹാര രീതിയും നിലവിലുണ്ട്. ആരോഗ്യരംഗത്തുള്ള പ്രവർത്തകർ ഉപവാസം കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ്. തുടർമാനമായി കഴിച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിന് ആവശ്യമായതിലധികമായ കലോറി ലഭിക്കുകയും എരിഞ്ഞു തീരാത്തവ ശരീരത്തിൽ പ്രത്യേകമായ പോക്കറ്റുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ക്രമേണ അത് ചില പ്രയാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം ചെലവ് ചെയ്യുവാൻ ആവശ്യം വന്നില്ല, വീണ്ടും വരുമാനമുണ്ടായി, അത് നിക്ഷേപിച്ചു. അങ്ങനെ വളരെ നാളുകൾ കഴിയുമ്പോൾ ആ പണം ഡെഡ് മണിയായി പ്രയാസത്തിന് വഴിയൊരുക്കും. വെള്ളമുള്ള കിണറാണെങ്കിലും വെള്ളം കോരിയെടുക്കാതെയും ചലനമില്ലാതെയും കിടന്നാൽ ക്രമേണ അതിൻ്റെ ഉറവുകൾ അടഞ്ഞ് ആ കിണർ പൊട്ടക്കിണറായി രൂപപ്പെടും. അതുപോലെ ശരീരത്തിലെത്തുന്ന ഊർജം കൊഴുപ്പായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് ക്രമേണ അത് ബ്ലോക്കുകളായി, മുഴകളായി, മറ്റ് വളർച്ചകളായി വെളിപ്പെടുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു. ഈ ഡിപ്പോസിറ്റിനെ എടുത്ത് ശരീരത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഉപവാസവേളകൾ പ്രയോജനകരമായി തീരുമത്രേ. സദൃശവാക്യങ്ങൾ 23:2 നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. ഈ ബുദ്ധിയുപദേശം ഓരോ വ്യക്തികളും ശ്രദ്ധിപ്പാൻ ആവശ്യമുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയാൽ അവയവ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കത്തി വെക്കേണ്ടി വരും. അപ്പസ്തോല കാലഘട്ടത്തിൽ ഉപവാസം നിലവിലുണ്ടായിരുന്നു. പ്രവൃത്തി 13:1 മുതൽ വായിക്കുന്നത് പ്രകാരമാണ്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നുപേരുള്ള ശിമയോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. മേൽപ്പറഞ്ഞ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിന് ഒരുമിച്ചുകൂടി. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കെ മനസ്സിലാകുന്നത്, പ്രാർത്ഥനാ സമയങ്ങളിലും അഭയയാചനാ വേളകളിലും ശരീരത്തിൻ്റെ ന്യായമായ അവകാശങ്ങളെ ഗണിക്കാതെ ആത്മീയ വിഷയങ്ങളുടെ ഘനം വെളിപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയായിരുന്നു എന്നാണ്. 2-ാം വാക്യത്തിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രയോഗം ശ്രദ്ധിക്കത്തക്കതാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. 1, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2, വേല ചെയ്യുന്നതിനായി വിളിച്ചിരിക്കുന്നു എന്നതാണ് ഉത്തരം. 3-ാമതായി എനിക്കായി വേർതിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഓരോ സുവിശേഷ വേലക്കാരനും പരിശുദ്ധാത്മാവിൻ്റെ വകയാണ് എന്ന് വ്യക്തം. 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചതായി കാണുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പല സ്ഥലങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഉപവാസത്തിലേക്ക് മടങ്ങി വരാം. പ്രവൃത്തിയുടെ പുസ്തകം 14:23 അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. 14:21
സംരക്ഷണത്തിനായി മുതിരാത്ത സുവിശേഷകരെയാണ് കാണുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ദർബയിൽ സുവിശേഷം അറിയിച്ച ശേഷം കല്ലെറിഞ്ഞ് തന്നെ കൊല്ലുവാൻ ശ്രമിച്ച ലുസ്ത്രക്കാരുടെ ഇടയിലേക്ക് പൗലോസ് പിന്നെയും ചെന്നു എന്നതുകൊണ്ടാണ്. സാധാരണയായി ഇങ്ങനെയുള്ള എതിർപ്പ് ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ധൈര്യപ്പെടാറില്ല. എന്നാൽ സ്വർഗീയൻ്റെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ച് അവിടെയുള്ള സഭകളെ ഉറപ്പിച്ചു പോന്നു. ഈ സമയത്ത് പൗലോസ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു എന്ന് 22-ാം വാക്യത്തിൽ വായിക്കുന്നു. വീട് കിട്ടും, വണ്ടി കിട്ടും, വിമാനത്തിൽ പറക്കുമാറാക്കും എന്നൊന്നും പറഞ്ഞല്ല ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചത്. പിന്നെയോ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു എന്ന് ആണ് വായിക്കുന്നത്. ഇന്നുള്ള പലതും സമൃദ്ധിയുടെ സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കഴിയുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത്. കർത്താവായ യേശു ഉപവസിച്ചു. അപ്പസ്തോല കാലഘട്ടത്തിൽ ഉപവാസം നിലനിന്നിരുന്നു. ആദിമസഭയിൽ അത്യാവശ്യ സമയങ്ങളിൽ വിശ്വാസികൾ ഉപവസിച്ചതായി മനസ്സിലാക്കാം. എന്നാൽ ഇത് ഒരു ഉപദേശമായി പഠിപ്പിക്കത്തക്ക ന്യായങ്ങൾ കാണുന്നില്ല. തുടർമാനമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഒരു കൽപ്പനയായോ പഠിപ്പിക്കലായോ തിരുവെഴുത്തിൽ കാണുന്നില്ല. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4:1 മുതൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയെ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ഇത് കരുതിക്കൊണ്ടാൽ നന്നായിരിക്കും. ഉപവാസം പോലെ തീർപ്പ് കൽപ്പിക്കുവാൻ ആകാത്ത വിഷയങ്ങൾ റോമാലേഖനം 14:1 മുതലുള്ള വാക്യങ്ങൾ പ്രകാരം ഉപസംഹരിക്കാം എന്ന് വിചാരിക്കുന്നു. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനൻ ആയവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവരെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കുകയും അരുത്. ദൈവം അവനെയും കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവിടുന്ന് നോക്കി വേണ്ടത് ചെയ്തുകൊള്ളും. നമ്മെ ഏൽപ്പിച്ചത് നാം ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ യോഗ്യമായി ചെയ്ത് നല്ല ദാസനെ എന്ന് വിളികേൾപ്പാൻ ഇടവരുമാറ് വരും കാലങ്ങളിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.